ഒരു ഡോക്ടറാണ്, അൽമായനാണ്. അദ്ദേഹം ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ പണം മുഴുവൻ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി, അങ്ങോട്ട് മരുന്ന് മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് വിശുദ്ധനായി മാറിയ ഒരാളാണ് ഡോക്ടർ ജോസ് ഹെർണാണ്ടസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന്. അധ്വാനിച്ചത് എന്തിനു വേണ്ടിയാണ്? ബലഹീനരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഞാനൊരു മാതൃക നൽകിയിട്ടുണ്ട്. തുടർന്ന് വായിച്ചേ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. സുഭാഷിതങ്ങൾ 11:25 വായിക്കാം. സുഭാഷിതങ്ങൾ 11:25. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. യാക്കോബ് 3:16 വായിക്കാം. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം. എവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഞാൻ എന്റെ മരുമോന് 12 ലക്ഷം രൂപയുടെ വാച്ച് മേടിച്ചു കൊടുത്തു, എന്നിട്ട് അവനിപ്പ അത് തിരിച്ചു തരുന്നില്ലെന്ന്. മരുമോന് മേടിച്ചു കൊടുത്ത വാച്ചിന്റെ എത്ര ലക്ഷമാണ്? 12 ലക്ഷം. എന്നിട്ട് കല്യാണം 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും തീർന്നു. ഇപ്പൊ അവള് ഡൈവോഴ്സ് ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കാണ്. കൊടുത്തതൊക്കെ എണ്ണം പറഞ്ഞ് തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാളുടെ പേടി, ആ വാച്ച് അവൻ തിരിച്ചു തരും അച്ഛാ. വാച്ചിന് വേണ്ടി 12 ലക്ഷം ആണെങ്കിൽ ബാക്കിയുള്ളതിന് വേണ്ടി എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു. അപ്പോ നിന്റെ കയ്യിലുള്ളത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചിലവഴിച്ചാൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൃപ ഇറങ്ങി വരാൻ ഇത്തിരി സമയമെടുക്കും.